നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ വിഷുദിനത്തിലും രണ്ട് കൊലപാതക വാർത്തകൾ കേട്ടാണ് കേരളം ഉണർന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിലും തിരുവല്ലയിലും രണ്ട് യുവാക്കളാണ് കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. മലപ്പുറത്തും തിരുവല്ലയിലും ഈ രണ്ട് കേസുകളിലെയും പ്രതികൾ ബന്ധുക്കളായ യുവാക്കളാണ്. സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിലെ കൊലക്കേസാണ്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൻ വീട്ടിൽ സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, അയൽവാസിയും ബന്ധുവുമായ സത്യനാരായണനാണ് യുവാവിനെ കുത്തിക്കൊന്നത്. അതിന്റെ കാരണം എന്താണ്? ഈ എന്തെങ്കിലും വസ്തുതർക്കമോ അല്ലെങ്കിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അതോ നമുക്കറിയാം ഈ സമീപകാലത്ത് നടക്കുന്ന പല കേസുകളും, പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പല കൊലപാതക കേസുകളും പരിശോധിച്ചാൽ അവിടെ മദ്യവും ലഹരിയും ഒക്കെ വില്ലനാകുന്നുണ്ട്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അനുമോദ്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും മദ്യം ഒരു വില്ലനാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ആലിപ്പറമ്പിലാണ് ഈ സംഭവം. ഇവർ അയൽവാസികളാണ്, ബന്ധുക്കളുമാണ്. ഈ കുത്തേറ്റ് മരിച്ച സുരേഷ് ബാബുവിൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് സത്യനാരായണൻ്റെ വീട്. സത്യനാരായണൻ്റെ വീട്ടിൽ കറണ്ട് സർവീസ് വയർ പൊട്ടിയതിനെ തുടർന്ന് കിട്ടാതെ അവസ്ഥ, കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ മറ്റുള്ള വീടുകളിലെ ഫ്യൂസ് ഡിസ്കണക്ട് ചെയ്ത് അവിടെയെല്ലാം തന്നെ കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം തീർത്തു. ഇത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും ഫോണിൽ വിളിച്ച് തർക്കമാവുകയും ആ തർക്കം പിന്നീട് നേരിട്ടുള്ള കയ്യാങ്കളിയാവുകയും കയ്യിലിരുന്ന കത്തിയെടുത്ത് സുരേഷ് ബാബുവിനെ കുത്തുകയും ചെയ്തു. 9ഓളം മുറിവുകൾ സുരേഷ് ബാബുവിൻ്റെ ദേഹത്തുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. നെഞ്ഞിലും വയറ്റിലും കയ്യിലും ഒക്കെ ഗുരുതരമായ മുറിവുകൾ, ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അതാണ് മരണത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിൻ്റെ ഒരു നിഗമനമായിട്ടുള്ളത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, മുൻപ് കുറേ കാലങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള തർക്കമൊക്കെ ആ ഒരു മേഖലയിൽ പതിവുള്ളതാണ്. 2023-ലും സമാനമായ ഒരു സംഭവം ഉണ്ടാവുകയും സത്യനാരായണ സുരേഷ് ബാബു തമ്മിൽ തർക്കം ഉണ്ടാവുകയും ഇപ്പോൾ മരണപ്പെട്ട സുരേഷ് ബാബുവിൻ്റെ തലയ്ക്ക് സത്യനാരായണൻ അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിൻ്റെ ഒരു കേസ് നിലവിലുണ്ട് എന്നുള്ളത്. അതായത് ഇവർ തമ്മിലുള്ള തർക്കം ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്നത് പതിവായിരുന്നു. പക്ഷേ അത് ഇത്തരത്തിൽ ജീവനെടുക്കുന്ന തരത്തിലേക്ക് മാറി ഇന്നലെ എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. ടോം, അങ്ങനൊരു ഈ രണ്ടുപേരും തമ്മിൽ ഇതിനു മുൻപ് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വ്യക്തിവിരോധമോ മറ്റോ ഉണ്ടോ? അതോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മദ്യലഹരിയിലുണ്ടായ പ്രകോപനം അത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അയൽവാസികളായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ബന്ധുക്കളായതുകൊണ്ട് തന്നെ പല വിഷയങ്ങൾ ഉണ്ടാകാം ഇവർക്ക് തമ്മിൽ തർക്കത്തിനൊക്കെ. അപ്പോൾ സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന പല വിഷയങ്ങളും സ്വാഭാവികമായിട്ടും മദ്യലഹരിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മാറും. സ്വയം നിയന്ത്രണമില്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് പ്രകോപിതരാകും. അങ്ങനെ ഈ ചെറിയ പ്രശ്നങ്ങൾ തന്നെ വലുതായിട്ട് തോന്നും. സ്വാഭാവികമായിട്ടും മദ്യലഹരിയിലെ കൊലപാതകങ്ങളെല്ലാം അത്തരത്തിൽ ഒരു നിമിഷത്തെ ഒരു പ്രകോപനം കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വൈരാഗ്യമുള്ള ഒരു വ്യക്തിയോടാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻപ് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ മുമ്പ് അയൽവാസികളായതുകൊണ്ടും ബന്ധുക്കളായതുകൊണ്ടും പല വിഷയങ്ങളുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ഈ മരിച്ച സുരേഷ് ബാബുവിനോട് പെട്ടെന്ന് ഈ സത്യനാരായണൻ ഇത്രയും ഗ്രഡ്ജ് തോന്നാൻ ഒരു പക്ഷേ മദ്യം അതിനൊരു കാരണം തന്നെ ആയിട്ടുണ്ടാകാം. മദ്യലഹരിയിലായിരുന്നു ഈ പ്രതി എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ബന്ധുവാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അതിന് മദ്യവും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നും ഇന്ന് രാവിലെ കേട്ടതൊരു കൊലപാതക വാർത്തയാണ്. തിരുവല്ലയിലും യുവാവാണ് കുത്തേറ്റ് മരിച്ചത്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശിനാരായണൻ,
ഈ രണ്ടുപേരും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നു. അതിൻ്റെ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കാം. അങ്ങനെ ഇതിനു മുൻപ് ഈ രണ്ടുപേരും തമ്മിൽ കൊല്ലപ്പെട്ട മനോജും കേസിലെ പ്രതിയായിട്ടുള്ള രാജനും തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉള്ളതാണോ, അതോ ഈ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ളൊരു പ്രകോപനം അതായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ടോം, ഈ സാമ്പത്തിക സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ് ഈ മനോജിന്റെ കൊലപാതകത്തിന് കാരണം. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി 34 വയസ്സുള്ള മനോജാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയും ബന്ധുവുമായ രാജനെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജനും ഈ അടിപിടി കൂടിയ സമയത്തും ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായ സമയത്തും പരിക്ക് പറ്റിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. എന്തായാലും ഈ സംഭവം എന്ന് പറയുന്നത് പ്രധാനമായും ലൈഫ് പദ്ധതിയിൽ രാജന് വീട് ലഭിക്കുകയുണ്ടായ വീടിന്റെ പൈസ ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. ആ പൈസ എടുത്തു നൽകിയതൊക്കെ ബാങ്കിൽ നിന്ന് ATM വഴി എടുത്തു നൽകിയതൊക്കെ ഈ മനോജിന്റെ മകനാണ്. ആ മനോജിന്റെ മകൻ ഈ പൈസ 1 ലക്ഷം രൂപയോളം മനോജിന്റെ മകൻ എടുത്തിരുന്നു. ഈ പൈസയെ ചൊല്ലിയുള്ള തർക്കമാണ്, പല പ്രാവശ്യമുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിന് കലാശിച്ച്. ഇന്നലെ രാത്രിയും ഇത് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായി. ഇന്നലെ രാത്രി മനോജും രാജന്റെ വീട്ടിലെത്തി. ഇവർ തമ്മിൽ അടുത്ത് അയൽപ്പക്കക്കാരാണ്, തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രി വീട്ടിലെത്തി ഇത് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായതിനെ തുടർന്നാണ് രാജൻ ഈ മനോജിനെ കുത്തി കൊലപ്പെടുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, ഈ പൈസ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്നും വീട് പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് വലിയ സമ്മർദ്ദവും രാജനുണ്ടായിരുന്നു. പല പ്രാവശ്യവും വീട് പണി ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലൊക്കെ പഞ്ചായത്ത് വിശദീകരണം ചോദിക്കുകയൊക്കെ ചെയ്തു. ഇത് വലിയൊരു സാമ്പത്തിക തർക്കവും അതുപോലെ വാക്കേറ്റവും വഴക്കും ഉണ്ടാകുന്ന കാരണത്തിലേക്ക് നയിച്ചു. അത് തുടരെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇന്നലെയും സമാനമായി ഇത് സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടായതിന്റെ ഫലത്തിലാണ് ഈ മനോജിനെ രാജൻ കുത്തി പരിക്കേൽക്കുന്നത്. രണ്ടുപേരും അടുത്ത ബന്ധുക്കളാണ്. ഒരു വീടിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. തർക്കം ഈ പല പ്രാവശ്യവും ഈ പണം ചോദിച്ചുള്ള തർക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ എടുത്ത പണം 1 ലക്ഷം രൂപയോളം ഈ മനോജിന്റെ മകൻ എടുത്ത് ബൈക്ക് വാങ്ങിക്കുകയും ചെയ്തു. ഇതെല്ലാം പരസ്പര ഒരു വൈരോഗ്യത്തിനും പ്രകോപനത്തിനും ഒക്കെ കാരണമായിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ മർദ്ദനത്തിൽ അങ്ങനെയെങ്കിൽ ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരിക്കുമോ ശശിനാരായണന്റെ? കാരണം ഇതിനു മുൻപേ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ ഒരു സംഭവത്തിന്റെ, ഈ ഒരു കേസിന്റെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ അത് ആസൂത്രിതമായ കൊലപാതകമെന്ന് സംശയിക്കേണ്ടതല്ലേ? ടോം, നമുക്കിത് അങ്ങനെ തന്നെ കരുതാം. കാരണം ഈ ദിവസങ്ങളോളം ഇത് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുകയാണ്. അതിൽ നിരന്തരം ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും വാക്കേറ്റം ഉണ്ടാകുന്നതും ഒക്കെ പതിവാണ്. ഇന്നലെയും ഇത് സംബന്ധിച്ചുള്ള പണം ചോദിച്ചുള്ള തർക്കമുണ്ടായി. അങ്ങനെ മനോജ് ഇന്നലെ രാജന്റെ വീട്ടിലെത്തുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന രാജന്റെ വീട്ടിലെത്തും. ഇത് സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടാകുന്നു. അടിപിടി ഉണ്ടായതിനു ശേഷമാണ് കത്തിക്കുത്തിൽ കലാശിക്കുകയും മനോജ് കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഒരുപക്ഷെ അത്തരത്തിലുള്ള ആസൂത്രിതമായ ഒരു വൈരാഗ്യപരമായുള്ള രീതിയിൽ ഉള്ള ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കാണേണ്ടി വരും. പോലീസും അത്തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് കൊലപാതകത്തിന് കാരണം. ഈ പണം നഷ്ടപ്പെട്ടതാണ്. കാരണം 3 ലക്ഷം രൂപയോളം ഈ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം ലഭിച്ചിരുന്നു. ആ പണം ATM മുഖേന എടുത്തു കൊടുക്കുന്നത് മനോജിന്റെ മകനാണ്. ആ മനോജിന്റെ മകനാണ് ഈ 1 ലക്ഷം രൂപയോളം എടുത്തിട്ടുള്ളത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കം ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു ആസൂത്രിതമായ രീതിയിൽ മനോജിനെ അപായപ്പെടുത്താൻ രാജൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ രാജൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഈ മനോജിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. മറ്റു തെളിവുകളെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. സാരമായ ഒരു വലിയ പരിക്കല്ല രാജനുണ്ടായിട്ടുള്ള. അടിപിടിയിലുണ്ടായ ചെറിയ പരിക്ക് മാത്രമാണ് ഉണ്ടായത്. അറസ്റ്റ് വൈകിട്ടോടുകൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ ഒരു ദാരുണ സംഭവം തന്നെയാണ് ഉണ്ടായത്. അടുത്ത ബന്ധുക്കളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. ബന്ധുക്കളാണ് ഈ രണ്ടുപേരും, കൊല്ലപ്പെട്ട വ്യക്തിയും പ്രതിയും. എന്തായാലും സംഭവത്തിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. ഈ പ്രതിയും പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടിയാണ് പിടിയിലായത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി. കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു നിന്നാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് മംഗളൂരു സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ ചൂതാട്ട കേന്ദ്രത്തിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. അതായത് 3 അംഗ സംഘം ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് ഈ മുഹമ്മദ് ഷെരീഫിനെ ഈ സ്ഥലത്ത് മഞ്ചേശ്വരത്ത് എത്തിക്കുന്നു. പിന്നീട് കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളി എന്ന് തന്നെയാണോ പോലീസിന്റെ അനുമാനം? അതോ കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഈ കിണറ്റിൽ കൊണ്ടുപോയി മഞ്ചേശ്വരത്ത് ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നാണോ കണ്ടെത്തൽ? ടോമെ, വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിനകത്ത് ഒരാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് നാട്ടുകാർ പറയുന്നത്. പിന്നീട് പോലീസ് എത്തി വിശദമായി പരിശോധിച്ച് ഈ മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് വെട്ടേറ്റ പാടുകൾ കണ്ടത്. അങ്ങനെയാണിത് കൊലപാതകമാണെന്ന് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലും കഴുത്തിന് പിറകിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. എന്തായാലും നിരവധി CCTV, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 50ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഒടുവിൽ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കർണാടക സ്വദേശിയായ അഭിഷേക് ഷെട്ടി, ഇയാളെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം 2 പേർ കൂടി ഈ ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് ഈ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്നു. അവരെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരാളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 മണിക്കാണ് ഇത് സംബന്ധിച്ച് വിശദമായ വാർത്താ സമ്മേളനം ജില്ലാ പോലീസ് മേധാവി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ വാർത്താ സമ്മേളനത്തിൽ ഇതിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ തമ്മിൽ നേരത്തെ വലിയ തോതിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു. ആ ഒരു മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ മംഗലാപുരത്ത് നിന്നും വാടകയ്ക്ക് വിളിക്കുകയും പിന്നീട് കുഞ്ചത്തൂരേക്ക്, ഈ കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂരേക്ക് എത്തിച്ച് അവിടെ കൊലപാതകം നടത്തിയതിനു ശേഷം കിണറ്റിലേക്ക് തള്ളുകയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് പോലീസിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്, സംശയം തോന്നിയ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ അഭിഷേക് ഷെട്ടിയെ ഏതായാലും ഈ കേസിലെ 1ാം പ്രതി എന്ന നിലയിൽ പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് നടപടികൾ ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് തുടർ നടപടികളൊക്കെ ഉണ്ടാവും. മാത്രമല്ല, ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ വ്യക്തിവിരോധമാണ്, വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നേരത്തെ തന്നെ 3 അംഗ സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന വിവരങ്ങളായിരുന്നല്ലോ പോലീസിന് ലഭിച്ചത്. അതിലും കൂടുതൽ ആളുകൾ ഈ കേസിന് പിന്നിലുണ്ട് എന്നാണോ പോലീസിന്റെ സംശയം? നിലവിൽ 3 പേരുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ 1ാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. അത് ഈ ടോൾ പ്ലാസയിലെ CCTV ക്യാമറയിലാണ് കൃത്യമായും ആ ഒരു വ്യക്തത പോലീസിന് ലഭിച്ചത്. 3 പേർ ഈ ഓട്ടോയിൽ സഞ്ചരിക്കുന്നതായി ആ ടോൾ പ്ലാസ കടന്നു പോകുന്ന ആ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ നിന്നാണ് ഈ അഭിഷേക് ഷെട്ടിയിലേക്ക് എത്തുന്നത്. ഇയാൾ കർണാടക സ്വദേശി തന്നെയാണ്. തുടക്കത്തിൽ തന്നെ പോലീസിന് ഒരു സംശയം ഇയാളെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. കാരണം നേരത്തെ ഇവർ തമ്മിൽ നിരവധി തവണ വഴക്കും മറ്റും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളെ സംശയിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചതോടുകൂടി അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു. എന്നാൽ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ, വൈദ്യപരിശോധനയുണ്ട്. അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായ ഒരു കേസാണിത്. കാരണം കർണാടകയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറെ വാടകയ്ക്ക് വിളിച്ച് കേരളത്തിലേക്ക് എത്തുകയും പിന്നീട് കൊലപാതകം ഉണ്ടാവുകയും ചെയ്യും. അതും അതിക്രൂരമായി കൊലപ്പെടുത്തി കിണറ്റിൽ ഉപേക്ഷിക്കുന്ന ഒരു രീതി, അത് വലിയ പ്രതിഷേധമാണ് മംഗളൂരുവിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കിടയിൽ ഉണ്ടായിരുന്നത്. കർണാടക പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതൊക്കെ പോലീസ് കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ 3 പേരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. മാത്രമല്ല, ഈ മംഗളൂരു മുതൽ മഞ്ചേശ്വരം വരെയുള്ള റോഡിന്റെ വശങ്ങളിലുള്ള 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. ഇവരെന്തുകൊണ്ടാണ് ഈ കൊലപ്പെടുത്താനുള്ള സ്ഥലം, അതായത് മഞ്ചേശ്വരം തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, ഈ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നിരവധി മംഗളൂരു സ്വദേശികളടക്കം ഇവിടേക്ക് പതിവായി വരുന്നുണ്ട്. നമ്മൾ ആദ്യം
ഈ വിഷയത്തെക്കുറിച്ച് പുറത്തു വന്നപ്പോൾ ഒരു ചൂതാട്ട കേന്ദ്രവുമായി ഇതിന് ബന്ധമുണ്ടാകാം എന്ന രീതിയിലുള്ള പല സംശയങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അങ്ങനെ ചൂതാട്ട കേന്ദ്രത്തിൽ ഇവർ എത്തുന്ന രീതിയിൽ ഓട്ടം വിളിക്കുന്നു, അങ്ങനെ ഇവിടെ എത്തിക്കുന്നു, പിന്നീട് കൊലപാതകം നടത്തുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ ചൂതാട്ട കേന്ദ്രത്തിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ടോമെ, ഈ അഭിഷേക്, ഈ ഒന്നാം പ്രതി അഭിഷേക് ഈ ചൂതാട്ട കേന്ദ്രത്തിലെ നിത്യ സന്ദർശകനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതൊരു ആളൊഴിഞ്ഞ സ്ഥലമാണ്. ഈ കിണറും അതുപോലെ തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്ന കിണറൊന്നുമല്ല, ആൾമറിയില്ലാത്ത ഒരു കിണറാണ്. ഇതിൽ പ്രധാനമായും ഈ ഓട്ടോറിക്ഷ ഒരു ചെരിഞ്ഞ നിലയിൽ ഈ പരിസരത്ത് കണ്ടതോടുകൂടിയാണ് ആളുകൾക്ക് സംശയം വന്നതും പിന്നീട് അവിടെ വ്യാപകമായ തെരച്ചിൽ നടത്തുകയും ആ കിണറ്റിനകത്ത് തെരഞ്ഞപ്പോഴാണ് കിണറ്റിനകത്ത് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയത്. ഒരു പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്ത് അറിയില്ല എന്ന് കരുതിയായിരിക്കാം ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത്. മാത്രമല്ല, ബുധനാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ് ഇയാളെ കാണാതാവുന്നത്. ബുധനാഴ്ച അന്ന് തന്നെ ഇയാളുടെ ഭാര്യ കർണാടക പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒരു പക്ഷേ കാണാതാവലൊക്കെ ഇത്തരത്തിലല്ലെങ്കിൽ ഒരു പക്ഷെ കർണാടക പോലീസ് അന്വേഷിച്ച് ആ ഇടങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസായി മാറിയേനെ. ഈ ഓട്ടോറിക്ഷ ഈ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയതും ഓട്ടോറിക്ഷയുടെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥ ഉടമ ിലേക്ക് എത്തുന്നതും പിന്നീട് പോലീസ് മുൽക്കി പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഈ പരാതി ഉണ്ട് എന്ന കാര്യവും അറിയുന്നത്. അതോടുകൂടിയാണ് സംയുക്തമായ ഒരു പരിശോധന കർണാടകയും കേരളയും കൂടി ഈ കേസിൽ ഉണ്ടാകുന്നതും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ. കാരണം അത്രത്തോളം സമ്മർദ്ദം കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവിടെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വലിയ ചൂതാട്ടം നടക്കുന്ന പ്രദേശമാണ്. ഈ ചൂതാട്ട കേന്ദ്രത്തിൽ ഈ പ്രതി എത്താറുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. മറ്റാരും തിരിച്ചറിയില്ല എന്ന് കരുതിയായിരിക്കും ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. പക്ഷേ ഈ ഓട്ടോറിക്ഷ ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ടതോടുകൂടിയാണ് ഈ നാട്ടുകാർ ഇത് തെരയും പിന്നീട് ഈ കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ മൃതദേഹം പുറത്തെടുത്തപ്പോൾ തന്നെ ഇതിൽ വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ചോരക്കറ, അതായത് പുറത്ത് കിണറിന് പുറത്ത് തുണിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചോരക്കറയും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് തുടക്കത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന രീതിയിൽ ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. മൃതദേഹം കൂടി പുറത്തെടുത്തപ്പോൾ വെട്ടേറ്റ ആഴത്തിലുള്ള വെട്ട്, രണ്ടോ മൂന്നോ വെട്ട് ഏറ്റ നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. അവിടെ നിന്നാണ് കൃത്യമായി ഇത് കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും. എന്തായാലും ഇതിൽ കൂട്ടുപ്രതികളുണ്ട്. ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയിൽ നിന്നും ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പോലീസ് തേടിയിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും ഈ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതിൽ ഇനി അറിയാനുണ്ട്. അത് 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പോലീസ് കൃത്യമായി ഇത് വിവരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ വ്യക്തിവൈരാഗ്യം മൂലമാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ്. കൂട്ടുപ്രതികളെ കുറിച്ച് കൃത്യമായ സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? കാരണം ഈ പ്രതി, കേസിലെ മുഖ്യപ്രതി, നിലവിൽ പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി, കൂട്ടുപ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ടോ? അവരെവിടെയുണ്ട്? അവരെ കണ്ടെത്താൻ പോലീസിന് ഉടൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ടോമെ, ഈ പ്രദേശത്തുള്ള കുഞ്ചത്തൂർ പ്രദേശത്തുള്ള ഒരാൾ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ സ്ഥലം കൃത്യമായി തെരഞ്ഞെടുക്കാനും ഒരു കാരണം. മറ്റൊരാൾ കർണാടക സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ 2 പേരെയും പോലീസിന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രതിയിൽ നിന്നും അത്തരം വിവരങ്ങളെല്ലാം പോലീസ് തേടിയിട്ടുണ്ട്. ഇവരേതായാലും പിടിയിലായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഒരാൾ മാത്രമാണ് പോലീസിന് പിടികൂടാനായിട്ടുള്ളത്. ഇയാൾ ഈ കേസിലെ 1-ാം പ്രതി കൂടിയാണ്. ഇനി 2 പേർ ഈ കൊലപാതകത്തിന് സഹായിച്ചവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരാൾ കുഞ്ചത്തൂർ, ആ പരിസര പ്രദേശത്തുള്ള ആള് തന്നെയാണ്. ചൂതാട്ട സംഘത്തിനും ഈ കൊലപാതകവുമായി ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇയാൾ ഈ പ്രതി സ്ഥിരമായി ഈ സ്ഥലത്ത് എത്താറുണ്ട്. അതാണ് ഈ സ്ഥലം കൃത്യമായി ഇയാൾ തിരഞ്ഞെടുത്തതും. കൊലപാതകം നടത്തിയ ഒരു പക്ഷേ പുറം ലോകം അറിയില്ല എന്ന് അയാൾ ധരിച്ചിട്ടുണ്ടാകാം. അത് കൃത്യമായി ഈ ഓട്ടോറിക്ഷ അതിന്റെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇതിന് കൃത്യമായ ഇത് തെളിവുകളായി ലഭിക്കുകയും പിന്നീട് ഇയാളെ കണ്ടെത്തുകയുമായിരുന്നു. ആ ഉപയോഗിക്കാത്തൊരു കിണറാണ്, അതുകൊണ്ട് പെട്ടെന്നാരും അവിടെ ശ്രദ്ധിക്കില്ല എന്ന് കരുതിയായിരിക്കാം ഈ സ്ഥലം തെരഞ്ഞെടുത്തതും. ആളൊഴിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. ഈ ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂതാട്ട സംഘങ്ങളുടെ ഒരു വിളയാട്ട് കേന്ദ്രമാണ്. ആ പ്രദേശം
പ്രദേശത്ത് കൃത്യമായി തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവിടെ എത്തിയാൽ തന്നെ കർണാടക അതിർത്തി ആയതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ പലപ്പോഴും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പരിശോധന കാര്യമായി ഈ ഭാഗത്ത് ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് ഈ സ്ഥലം കൃത്യമായി തെരഞ്ഞെടുത്തത്. രാത്രി ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ കൊലപാതകം നടത്തുകയും പിന്നീട് കിണറ്റിൽ ഇയാളുടെ മൃതദേഹം ഉപേക്ഷിക്കുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി കുറച്ചുകൂടി അറിയാനുണ്ട്. അത് പോലീസിന്റെ വാർത്താ സമ്മേളനത്തിൽ അറിയും. രണ്ടുപേരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് പോലീസിന്റെ വാർത്താ സമ്മേളനത്തിലായിരിക്കും വ്യക്തമാക്കുക. ഏതായാലും ഒരാൾ ഈ കാസർഗോഡ് സ്വദേശി തന്നെയാണ്, കൃത്യമായി ഈ സ്ഥലമൊക്കെ അറിയുന്ന ഒരാളാണ്. മറ്റൊരാൾ കർണാടക സ്വദേശി കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ പേരുണ്ടോ എന്നൊക്കെ അത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലും ഇയാളെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മജിസ്ട്രേറ്റിന്റെ മസദിയിൽ ഹാജരാക്കും. ഇയാളെ വൈകാതെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നതും. യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ കൊലപാതകത്തിലാണ് മുഖ്യപ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മുംബൈ സ്ഫോടന കേസിലെ പ്രതികളായ തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിലെത്തിയപ്പോൾ സഹായിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ആളെന്ന് NIA. നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള ഇയാൾക്കൊപ്പം തഹാവൂർ റാണയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കും. NIA ആസ്ഥാനത്ത് തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, തഹാവൂർ റാണ കൊച്ചിയിൽ എത്തുന്നു. അതും 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയപ്പോൾ 17 വർഷങ്ങൾക്ക് മുമ്പ് എത്തിയപ്പോൾ ഇവിടെ സഹായം നൽകിയ ആളെ പോലീസിന് NIAക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അന്ന് കൊച്ചി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇവർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്നും കൊച്ചിയിൽ താജ് റെസിഡൻസിയിൽ അവിടെ മുറിയെടുത്ത് റിക്രൂട്ട്മെന്റിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടപടികളടക്കം പൂർത്തീകരിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടല്ലോ. കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്ന സംഘത്തിലുണ്ടോ? നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള ഈ പിടികൂടിയ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ NIA പുറത്തുവിട്ടിട്ടുണ്ടോ? ടോം, കൊച്ചിയിൽ നിന്നും 2 ഉദ്യോഗസ്ഥരാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്ന സംഘത്തിലുള്ളത്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയ്ക്കും അതുപോലെ ഡേവിഡ് ഗോൾഡ്മാൻ ഹെഡ്ലിക്കും ഇന്ത്യയിൽ സഹായം നൽകിയത് കൊച്ചിയിൽ നിന്നുള്ള ആളാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവരെ സഹായിച്ച ആളുടെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും NIA പുറത്തുവിട്ടില്ല. അതേസമയം NIA ഇയാളെയും തഹാവൂർ റാണയെയും കൊച്ചിയിലെത്തിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യൽ NIA ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 18 ദിവസമാണ് NIA തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുള്ളത്. അതായത് 2008 നവംബർ 16-ന് 2008 നവംബർ 13 മുതൽ 20 അതായത് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള കാലം വരെ 26 മുൻപുള്ള 10 ദിവസങ്ങൾക്കുള്ളിൽ നവംബർ 16 തന്നെയാണ് എക്സാക്ട് ഡേറ്റ്. നവംബർ 16-ന് കൊച്ചിയിലെത്തുകയും താജ് ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ NIA ശേഖരിച്ചതുമാണ്. അതുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തഹാവൂർ റാണ അവിടെ എത്തിയതും. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾ നടത്തിയിരുന്നു എന്നും വ്യക്തതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ NIAക്ക് വ്യക്തതയുണ്ടാകുമ്പോൾ തന്നെ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാംപൂർ, അഹമ്മദാബാദ്, ഡൽഹി, ആഗ്ര തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ഈ തഹാവൂർ റാണെ ഭാര്യാസമേതനായി താമസിച്ചിരുന്നു. ഇത് മുംബൈ ഭീകരാക്രമണം പോലെ തന്നെ ഇവിടെയും ഇത്തരം സ്ഫോടന പരമ്പരകൾ പ്ലാൻ ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടായിരുന്നോ ഇത്തരം താമസങ്ങൾ എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി NIA അന്വേഷിച്ചു വരുന്നുണ്ട്. മാത്രമല്ല കൊച്ചിയിലെത്തി ഇത്തരം തീവ്രവാദ ഏജൻസികളിലേക്ക്, തീവ്രവാദ സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തതുപോലെയുള്ള സംവിധാനങ്ങൾ അവിടെയും തഹാവൂർ റാണ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ, ഈ സിറ്റികളിലും തഹാവൂർ റാണ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം NIA പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ
കൊച്ചിയിലെ ബന്ധം വ്യക്തമാവുകയാണ്. കൊച്ചിയിൽ തഹാവൂർ റാണ വന്നപ്പോൾ തന്നെ 13 നമ്പറുകളിലേക്ക് വിളിച്ചിരുന്നു. അതിന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ തന്നെ ഡേവിഡ് ഗോൾഡ്മാൻ ഹെഡ്ലിയുമായി 200 കോളിലധികവും തഹാവൂർ റാണ വിളിച്ചിരുന്നതായിട്ടും നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. പക്ഷേ ആ നമ്പർ ട്രേസ് ചെയ്യുന്ന കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് അതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഈ 18 ദിവസത്തെ ചോദ്യം ചെയ്യലിനുള്ളിൽ തന്നെ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യം ചെയ്യലിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്താനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൊച്ചിയിൽ നിന്നും 2 ഉദ്യോഗസ്ഥരാണ് NIA യിലുള്ളത്. ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്ത സംഘത്തിലുള്ളത്. അതായത് ഈ കാലയളവിൽ തന്നെ നിലവിൽ NIA കസ്റ്റഡിയിലുള്ള ഈ കാലയളവിൽ തന്നെ തഹാവൂർ റാണയെയും നിലവിൽ കസ്റ്റഡിയിലുള്ള വ്യക്തിയെയും കൊച്ചിയിൽ എത്തിച്ച് തെളിവ് ശേഖരിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ആജ്ഞ? അങ്ങനെയാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ടോം, കൊച്ചിയിൽ തഹാവൂർ റാണയും ഈ കസ്റ്റഡിയിലുള്ള വ്യക്തിയെയും ഒന്നിച്ച് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ചോദ്യം ചെയ്യലിനോടൊന്നും തഹാവൂർ റാണ വേണ്ട തരത്തിൽ സഹകരിക്കുന്നില്ല എന്നൊരു പരാതി കൂടി NIA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും അയാൾ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണമെങ്കിൽ ഈ ഇന്ത്യയിൽ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ കൊച്ചിയിലുള്ള ആളാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ സംഘത്തിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥർ കൂടി ചോദ്യം ചെയ്യൽ സംഘത്തിലേക്ക് എത്തിയത്. അവരുടെ സഹായത്തോടു കൂടി ഈ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആളുമായി തഹാവൂർ റാണയും ഒന്നിച്ച് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് NIA വ്യക്തമാക്കുന്നത്. എന്തായാലും മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തൊടുവിൽ ഒരുപക്ഷെ ചെന്ന് നിൽക്കുന്നത് ഈ തഹാവൂർ റാണ താമസിച്ചു എന്ന് പറയുന്ന 6 പ്രധാന നഗരങ്ങളിലെ എന്തായിരുന്നു അവിടെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ, കൊച്ചിയിൽ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും തഹാവൂർ റാണയെ ദില്ലിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ, വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊച്ചിയിൽ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിലെത്തിയപ്പോൾ സഹായിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ആളെന്നാണ് NIA കണ്ടെത്തൽ. നിലവിൽ NIA കസ്റ്റഡിയിലുള്ള ഇയാൾക്കൊപ്പം തഹാവൂർ റാണയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.